18 വർഷമായിട്ട് ഈ മേള നടത്തുന്നു. പല കാര്യങ്ങളിലും ഒരു പുനർചിന്തനം അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറ്റുള്ള പാകപ്പിഴവുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പുതിയ സംരംഭത്തിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, ഇന്ത്യ ഗവൺമെൻറ് ചലച്ചിത്രമേളകളെ പ്രത്യേകിച്ചും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒഴിവാക്കുകയാണ്. ഈ പടങ്ങൾ, അതായത് ഇന്ത്യ പോലെയുള്ള അപൂർവം ചില രാജ്യങ്ങളിൽ മാത്രമാണ് സെൻസർഷിപ്പ് നിലവിലുള്ളത്. വെളിയുള്ള രാജ്യങ്ങളിൽ 90% രാജ്യങ്ങളിലും സെൻസർഷിപ്പ് ഇല്ല. അപ്പോൾ ഒരു തരത്തിലുള്ള സെൻസർഷിപ്പിനെയും ബാധകമാകാത്ത രീതിയിലുള്ള പടങ്ങളാണ് വരുന്നത്. ഈ പടങ്ങൾ ഇവിടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ സെൻസർഷിപ്പ് നിയമം ബാധകമാണ്. അപ്പോൾ അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്ത് കണ്ടീഷനിലാണ്? വളരെ മെച്യൂറായിട്ടുള്ള പടങ്ങൾ കണ്ട് മറ്റ് ഫിലിം സൊസൈറ്റികളിലോ മറ്റ് ഇതിനു മുമ്പുള്ള മേളകളിലോ അല്ലെങ്കിൽ ഈ പാഠവിഷയമായിട്ട് തന്നെ പഠിച്ചോ ഒക്കെയുള്ള അറിവ് നേടിയിട്ടുള്ള ആളുകളെയാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആദ്യം ഇതിനകത്തെ ക്വസ്റ്റനെയറിനെ പറ്റി പറഞ്ഞല്ലോ, പലരും ഇവർക്ക് ചോദ്യമാണില്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഫീസ് അടച്ചാൽ മതിയല്ലോ, എന്താ പിന്നെ എന്തൊരു ചോദ്യത്തിന് ഉത്തരം പറയണം എന്ന് ചോദിക്കും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണത്. ഒന്ന്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാനായിട്ട്, ശരിക്കും ഇതിൽ മേളയിൽ കാണാൻ ഈ പടങ്ങൾ കാണാനുള്ള യോഗ്യതയുണ്ടോ എന്നറിയാനായിട്ട്. രണ്ടാമത്തേത്, നമുക്കൊരു ഡേറ്റാബേസ് ഉണ്ടാക്കുന്നത്. ഈ 18 വർഷമായിട്ട് നമുക്കൊരു ഡേറ്റാബേസ് ഇല്ല. ആരാണ് ഈ പടം വന്ന് കാണുന്നത്, ഏത് ഗ്രൂപ്പിലുള്ളവരാണ്, എന്ത് ജോലി ചെയ്യുന്നവരാണ് എന്നുള്ളത് പിന്നെ നമുക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. ഇന്ന് ഈ ഫെസ്റ്റിവൽ മുതൽ നമുക്ക് കൃത്യമായിട്ട് ഈ മേളയിൽ എത്ര സിനിമ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര പേര് വന്ന് കാണുന്നുണ്ട്, വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ നമ്മൾ 18 വയസ്സിന് മുകളിലുള്ളവരെ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരൊരുമാതിരി ഗ്രാജുവേറ്റിന് മുകളിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള ആളുകളായിരിക്കും. അവർ ആരെല്ലാം വന്ന് കാണുന്നു. അതുപോലെ സിനിമ അഭ്യസിക്കുന്ന ആളുകൾ എത്ര പേര് നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തന ഫലമായിട്ട് ഇതിലേക്ക് ആകർഷകരായിട്ട് എത്ര പേരുണ്ട്. ഇങ്ങനെയുള്ള ഒരു ഡേറ്റ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റയാണ്, നമുക്ക് ഇന്നുവരെ ഇല്ല. അത് ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതല്ല. പക്ഷെ അവരെ ഈ ഡേറ്റ അനുസരിച്ചിട്ടാണ് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഈ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനിക്കാം 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രയോറിറ്റീസ് ആണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും ഇത് ഒരു പ്രത്യേക കോട്ട വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്കും വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കും ഈ പറഞ്ഞതിലുള്ള ഈ പെർഫോമയിലുള്ള ഓരോ കോളവും ഫില്ലപ്പ് ചെയ്യുകയും അവരുടെ ആറ്റിറ്റ്യൂഡ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും.